രീതിയിൽ അറ്റംപ്റ്റ് ചെയ്തു. ഞാൻ കാശ് രൂപം കൊണ്ടാണ് എക്സാമിൻ്റെ സമയത്ത് നമ്മൾ അറ്റൻഡ് ചെയ്തത്. അങ്ങനെ റിസൾട്ട് വന്നെങ്കിലും നമുക്ക് ഒരു സബ്ജക്റ്റിൽ കുറച്ച് പെർസെൻറ്റേജ് കുറവായിരുന്നു. അങ്ങനെ എനിക്ക് ഫൈനൽ ഫെയിൽ എന്ന് പറഞ്ഞിട്ടാണ് റിസൾട്ട് വന്നത്. ആ സമയത്ത് ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു. കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്കിലും ഞാൻ മാതാവിന് വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് നല്ലൊരു ഉചിതമായ ഡേറ്റ് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് കിട്ടണം എന്നുള്ളത് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ഡേറ്റ് എനിക്ക് അവൈലബിളായി കിട്ടുകയും അതിലും ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ ആദ്യത്തെ എക്സാമിനേക്കാളും ടഫായിട്ടാണ് എനിക്ക് എക്സാം സമയത്ത് ഫീലായത്. ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ആണെങ്കിലും എല്ലാം കുറച്ച് വ്യത്യാസപ്പെട്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വളരെയധികം എനിക്കൊരു വിഷമത്തോടെയാണ് ഞാൻ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് വൈഫിൻ്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു. അപ്പോഴും നമ്മളൊരു പ്രതീക്ഷയുടെ ഒരു ഇതിലാണ്, മാതാവിൽ വിശ്വാസം അർപ്പിച്ച് അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം എനിക്ക് കഴിഞ്ഞ എക്സാമിന് ഏതൊക്കെ സബ്ജക്റ്റിലാണോ കുറവുണ്ടായത് അതിൽ 10 മടങ്ങ് മാർക്കോടുകൂടി, അത്രയും പെർസെൻറ്റേജോടുകൂടി ഫൈനൽ റിസൾട്ട് പാസ് എന്ന് പറഞ്ഞ് എനിക്ക് എക്സാം റിസൾട്ട് വന്നു.